വേദിയിലിരിക്കുന്ന മീഡിയയുടെ ഡയറക്ടേഴ്സും ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, ഈ NSS യൂണിറ്റിന്റെ നേതൃത്വം വഹിക്കുന്ന ചുമതല സ്ഥാനത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ശരീരത്തിലെ ഏറ്റവും വിലയേറിയ അവയവം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും കണ്ണാണെന്ന് പറയാം. കാരണം കണ്ണില്ലാത്തവർക്ക് അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകാൻ സാധിക്കുള്ളൂ. കൈ പോയാലും കാല് പോയാലും എന്തെങ്കിലും തിരിച്ചു പോകാൻ ഞങ്ങൾ പറയും. കണ്ണില്ലെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ദിവസവും ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗികൾ കൂടി അത് മനസ്സിലാക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കണ്ണെന്ന് പറയുന്നത് അതിന് ഐ ബോൾ എന്നാണ് പറയുന്നത്. ബോളാകൃതിയിലാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് കുറച്ച് സ്ഥലമേ കാണപ്പെടുന്നത്. നമ്മുടെ കണ്ണിലായി ക്യാവിറ്റിക്കുള്ളിൽ ഒരു ബോൾ പോകാനാണ് ഇരിക്കുന്നത്. ആ ബോളിനുള്ളിൽ വളരെ സുരക്ഷിതമായ രീതിയിലാണ് കണ്ണിനെ അവിടെ വെച്ചിരിക്കുന്നത്. നമ്മള് നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും, പ്രകാരം ഇതിനകത്ത് ഒരു ഐ ബോൾ, അതിന് സയൻസൊക്കെ പഠിക്കുന്നവർക്ക് അതിന് പല ഘടകങ്ങളുണ്ട്. അതില് ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നത് കോർണിയ എന്ന് പറയും, നേത്ര പഠനം. അത് ട്രാൻസ്പെറന്റ് ആണ്. അത് കഴിഞ്ഞ് കുറച്ച് സ്ഥലമുണ്ട്. അതിനുശേഷമായിട്ട് ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു ക്യാവിറ്റിയുണ്ട്. അതിന്റെ ബാക്കിൽ ഒരു സ്ക്രീനുണ്ട്. ഏറ്റവും പുറകിലായിട്ട് ഒരു ഞരമ്പുണ്ട്. ആ ഞരമ്പ് നമ്മുടെ തലച്ചോറിലേക്ക് പോകും. പ്രവാചകമാണ് കണ്ണിന്റെ ഘടന എന്ന് പറയുന്നത്. രണ്ട് സൈഡുകളിൽ നിന്ന് ഓരോ ഞരമ്പുണ്ട്. അത് തലയ്ക്കുള്ളിലേക്ക് ചേരുന്നു. നമ്മുടെ വസ്തുക്കൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേന എടുക്കുകയാണെങ്കിൽ ആ പേനയുടെ മുകളിലെ ഭാഗം മുതൽ താഴെ അറ്റം വരെ പ്രകാശം അതിൽ നിന്ന് വന്ന് അത് നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന കോർണിയ, ഈ ലെൻസ്, അതിനിടയ്ക്കുള്ള ക്യാവിറ്റിയോട് കൂടി ബാക്കിലുള്ള ആ സ്ക്രീനിൽ വന്ന് പതിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ നേർവ് വഴി അത് തലച്ചോറിൽ ഉള്ളിൽ ചെയ്യുന്നു. ഇപ്രകാരമാണ് നമ്മൾ ഈ വസ്തുവിനെ കാണുന്നത്. എപ്പോഴും ഒരു വസ്തുവിന്റെ തലമുട്ടനെയുള്ള ഒരു രൂപമായിരിക്കും നമ്മുടെ കണ്ണിനുള്ളിൽ വരുന്നത്. തലച്ചോറ് ചെല്ലുമ്പോൾ തലച്ചോറ് അതിനെ വഴി മനസ്സിലാക്കിച്ചു കൊടുക്കും. ഇത് തലമുട്ടനെയല്ല കാണുന്നത്, നേരെയാണ് കാണുന്നത് എന്ന് പറയുന്ന അത് എന്നിട്ടാണ് നമ്മൾ തിരിച്ചൊരുക്കേന ഏത് വസ്തുക്കളെ നമ്മൾ അതിൻ്റെതായ വിശിഷ്ടി കാണുന്നത്. അപ്പോൾ ഇത് പറയാൻ ഇത്രയും സമയമെടുത്ത് പക്ഷേ നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പോലെ അതൊക്കെ വളരെ കുറഞ്ഞ സമയങ്ങളിലൂടെ നമ്മൾ വസ്തുക്കൾ കാണുന്നു. അപ്പൊ വളരെ വിലയേറിയ രീതിയിൽ വളരെ വിശിഷ്ടമായ രീതിയിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ഈ കണ്ണ്. അപ്പൊ നമ്മൾ അതിനെ വളരെ പ്രാധാന്യത്തോടുകൂടി വളരെ വിലയേറിയതായിട്ട് അതിനെ കരുതുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് പറയാനായിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ഒരു ക്യാവിറ്റി ചുറ്റുപാട് എല്ലുകളാണ്, അതിനകത്താണ് ഈ ക്യാവിറ്റി വെച്ചിരിക്കുന്നത്. അതിനെ കവർ ചെയ്യാനായിട്ട് സൂക്ഷിക്കാനായിട്ട് കൺട്രോളറുണ്ട്, പീലികളുണ്ട്, പിരിയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെ പിരിയെല്ലാം പഠിച്ച് കളഞ്ഞ് വരച്ചു നോക്കും. അത് എന്തിനാണ് പിരി അവിടെ ദൈവത്തിനാ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്നൊന്നും പലപ്പോഴും ആരും ഓർക്കാറില്ല കുട്ടികളാരും. അതൊക്കെ നമുക്ക് മേലിൽ നിന്ന് വേർപെടുകളൊന്നും നമ്മുടെ കണ്ണിൽ വീഴാതിരിക്കാനും കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഈ ഐ ലാഷസും ഐ ബ്രോയും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. പക്ഷെ അതൊന്നും ഇപ്പോഴും നമ്മളാരും വളരെ കുറിച്ച് ചിന്തിക്കാറില്ല. പൊടിയുന്നതിനെ വെളിച്ചം തട്ട് കാണുന്ന കണ്ണടയ്ക്കും. ഇതൊക്കെ കണ്ണിനെ സംരക്ഷിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഓരോന്നിനും മീൻസ് ആണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ കണ്ണിന് നിങ്ങളിപ്പം നേത്രദാനത്തെ കുറിച്ചും അതിനുള്ള സമാധാനം കൊടുക്കാനും ഇങ്ങനെ ഒരു പ്രോഗ്രാമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്തിനാണ് നേത്രദാനം ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ആദ്യം നമ്മൾ അറിയണം. ആർക്കാണ് നമ്മളിത് ദാനം ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ഇവ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് കണ്ണട വെക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കാരണം നമ്മളുടെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ ചെല്ലുന്നില്ല. അതുകൊണ്ടാണ് ചെറുപ്രായത്തിൽ തന്നെ കണ്ണട വെക്കുന്നതായിട്ട് വന്നു ഭവിക്കുന്നത്. വൈറ്റമിനെ ധാരാളമായി കിട്ടുന്ന പച്ചക്കറികളിലും മഞ്ഞ നിറമുള്ള പഴവർഗ്ഗങ്ങൾ, മഞ്ഞ നിറമുള്ള പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക, കപ്പളങ്ങ എന്നൊക്കെ പല പേര് പറയും. അതാണ് ഏറ്റവും കൂടുതൽ ആര് തിന്നാനൊരു വസ്തുവാണ് കപ്പളങ്ങ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പപ്പായ എന്ന് പറയുന്നത്. കാക്ക അറിയുന്നത് നമ്മളിവിടെ കാക്കയ്ക്ക് നല്ല കാഴ്ചയാണ്. ഏറ്റവും മേളിരിക്കുന്ന കാക്കയെ കുഞ്ഞിനെ ചെയ്തിരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യപ്പം പാട്ടറിയാമല്ലോ. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് നെയ്യപ്പം തട്ടി വെച്ചുകൊണ്ട് പോകാനായിട്ട് കാക്കയ്ക്ക് നല്ല കാഴ്ചയാണ്. രാവിലെയും മാവിലെയും മുഖം തരുന്നുണ്ട്. അത് വൈറ്റമിനെ ധാരാളം പപ്പായ കഴിക്കുന്നത്
അറിവോടും സമ്മതത്തോടുകൂടി മാത്രമേ ഇതെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതെടുക്കാന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റിന്റെ സംഭവമേ ഉള്ളൂ. ഈ ഐ ബോളോടുകൂടി അവരെടുക്കുക, ഒരു റിസർവേറ്റീവിനകത്തിട്ട് മെഡിക്കൽ കോളേജിൽ തിരിച്ചു കൊണ്ടുപോവുക. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു വൈദ്യുതി ഉണ്ടാകുന്ന ഒരു വിചാരമാണ്. അത് ആർട്ടിഫിഷ്യലായി അല്ലെങ്കിൽ ഒരു കോട്ടൺ ബോളോ എല്ലാം വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഫോണെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണെടുത്തോ എടുത്തിട്ടോ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വൈദ്യുതി ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയർ അല്ല ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ കണ്ണ് ദാനം ചെയ്യുന്നത് ആർക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യം റിവീൽ ചെയ്യാനായിട്ട് കല്യാണത്തിൽ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. അത് ആർക്കും അല്ല. ഒരാളുടെ കണ്ണെടുത്ത് 2 കണ്ണെടുത്താൽ അത് അന്തരായ 2 പേർക്കായിരിക്കും കൊടുക്കുന്നത്, ഒരാൾക്കായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് കൊടുക്കുന്ന 2 കണ്ണ് മൂലം വേറെ 2 അന്തർക്ക് അത് പ്രയോജനപ്പെടും. ആ രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്രകാരം കണ്ണ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കരുതി വേണം ചെയ്യാൻ. അല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയൊന്നുമില്ല. കാരണം നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിനെ കൂടെ നമ്മളതിനെ എടുപ്പിച്ചെങ്കിൽ മാത്രമേ ഇപ്രകാരം ഒരു കാര്യം പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ബ്ലൈൻഡ്നെസ് വരാതെ സൂക്ഷിക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ വൈറ്റമിൻ എയുടെ കുറവ് വരാതെ നിങ്ങളുടെ ആ പ്രായമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ എ കാരണം ആഹാരങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ ധാരാളം കഴിപ്പിക്കുക. പിന്നെ ഇറച്ചി മീൻ കൊണ്ട് അത് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇറച്ചിക്കകത്ത് ഉണ്ട്, കരളിനാണ് വൈറ്റമിൻ എ ധാരാളം ഉള്ളത്. പക്ഷേ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾക്കകത്താണ് ധാരാളം ഉള്ളത്. പിന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് സുതാര്യമായ നമ്മുടെ കൃഷ്ണമണിയില് മുറിവുകളും പരിക്കുകളും വരാൻ ശ്രദ്ധിക്കുക. കണ്ണിൽ പൊടി വീഴുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൊരിക്കലും തിരുമാൻ പാടില്ല. കണ്ണ് വെള്ളം ഒഴിച്ച് കഴുകുക. അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ട് വിശ്വന്തമാണ് അതിന്റെ പൊടി എടുപ്പിക്കാനായിട്ട് നോക്കുക. അത് പറ്റിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സർവോളജിസ്റ്റിനടുത്ത് പോവുകയും അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. കണ്ണിന് മുറിവ് പറ്റിയാൽ അത് വെച്ചുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രമിക്കണം. കോർണിയൽ ബ്ലൈൻഡ്നെസ് ആണ് നമ്മുടെ ഈ കോർണിയൽ ഉണ്ടാകുന്ന ഒപ്പാസിറ്റിയാണ് കോർണിയൽ ബ്ലൈൻഡ്നെസ്സിലേക്ക് വഴിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് ചെയ്യാതെ ഇതിനൊക്കെ അബദ്ധം പറ്റിപ്പോകുന്നത് മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കൂടി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രോസസ്സാണ്. ഈ കൃഷ്ണമണിയെ ദൂരം വെട്ടി വേറെ രോഗിയുടെ കണ്ണിലോട്ട് വയ്ക്കുക. കുറെ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വരും. കുറച്ച് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് കോർണിയൽ ബ്ലൈൻഡ്നെസ് വരാതെ ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞിട്ട് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു മനസ്സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഇത് ചെയ്താൽ ഇതിന് നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കൊന്നും യാതൊരു വൈകിട്ടും വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് നമ്മുടെ നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. എടുക്കുന്നത് ആയിക്കോട് മൊത്തം കോർണിയ എന്ന് പറഞ്ഞാൽ അതിന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ചുരുങ്ങിപ്പോകും, ഷ്രിങ്ക് ചെയ്ത് പോകും. അപ്പൊ ഈ ബോളോടെ മൊത്തത്തിൽ എടുത്തിട്ട് അത് പ്രിസർവേറ്റീവിനകത്തിട്ട് ആ സർജറിയുടെ സമയത്ത് കോർണിയ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ബാക്കി ഭാഗങ്ങൾ ഒരു പ്രയോജനമില്ല. ചെറിയ കുട്ടികളുടെ കണ്ണുകൾ എടുക്കാറില്ല, ഗ്രോയിങ് സ്റ്റേജിൽ എടുക്കാറില്ല. കുറച്ചുകൂടെ ഒരു ടീനേജ് പ്രായത്തിൽ കഴിയുന്നതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവരെയും എടുക്കാനായിട്ട് സാധിക്കും. ലോങ് സൈഡിൽ അതൊരിക്കലും ഇതിന് ഭാഗമല്ല. വേറെ